റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ജയിലുകൾ ലഹരി കേന്ദ്രങ്ങളാണെന്ന് മുൻ തടവുകാരന്റെ വെളിപ്പെടുത്തൽ. കോടതിയിൽ പോകുമ്പോൾ കഞ്ചാവും മയക്കുമരുന്ന് ഗുളികകളും തടവുപുള്ളികൾ രഹസ്യഭാഗങ്ങളിൽ ഒളിച്ചു കടത്തും. മറ്റു തടവുകാരെ നിർബന്ധിച്ച് ലഹരി ഉപയോഗിക്കുമെന്നും തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെ മുൻ തടവുകാരൻ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ഇവർ മലദോരത്തിൽ കോടതിയിൽ പോകുമ്പോൾ കോടതിയിലെ ബാത്റൂമിൽ ഇവർക്ക് കോടതിയിൽ ആരോ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാളെന്നല്ല, എല്ലാ പോയ ആളുകളിൽ മിക്ക ആളുകളും ഇതുമായി തിരിച്ചു വരുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലാണ് മുൻ തടവുകാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ലഹരി കേസിലെ പ്രതികളാണ് കഞ്ചാവ് ജയിലിലെത്തിക്കുന്നത്. അധികൃതർക്ക് വിവരം നൽകാതിരിക്കാൻ മറ്റു തടവുകാരെ നിർബന്ധിച്ച് ലഹരി ഉപയോഗിപ്പിക്കും. ഇത് ഉപയോഗിക്കുന്നത് ബാത്റൂമിനകത്ത് കയറിയിരുന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. കഞ്ചാവ് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്മെല്ലുണ്ട്. അതിന് ഇവർ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോപ്പ് പതച്ച് അതിൻ്റെ സ്മെല്ല് കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ ഉപയോഗിക്കുന്നത്. കക്കൂസ് മറയിൽ ഒളിഞ്ഞിരുന്നാണ് ജയിലിലെ ലഹരി ഉപയോഗം. ചെറിയ കേസുകളിൽപ്പെട്ട് ജയിലിലെത്തുന്നവർ പോലും ലഹരിക്ക് അടിമകളായാണ് പുറത്തിറങ്ങുന്നതെന്നും മുൻ തടവുകാരൻ വെളിപ്പെടുത്തി. ഈ അടിപിടി കേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാദൃച്ഛികമായ ഒരു കേസിൽ അവിടെ എത്തിയ ആൾ പെട്ടെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഇവർക്ക് ലഹരി മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവർ പുറത്തിറങ്ങിയാൽ അന്ന് വരെ ഉപയോഗിക്കാതിരുന്ന സാധനത്തിന് വേണ്ടി പിന്നെയും. സംസ്ഥാനത്തെ മറ്റു ജയിലുകളിലും സമാനമായി ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ആക്ഷേപം. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പൊതുവിലെ ആവശ്യം. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.